കോൺഗ്രസ്സുകാരാണ്. ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല. ഇവിടെ പോലീസുകാരാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാവരും പോലീസുകാർ ഈ പരിപാടിക്ക് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ ടീമുണ്ട്. ഞങ്ങളുടെ ടീം ഇവിടെ വരുന്ന പരിപാടി നടത്തിക്കോളും. അതിന്റെ ഉള്ളിലേക്ക് പോലീസുകാർ കാര്യം നിൽക്കണ്ട. പോലീസുകാർ കാര്യം കഴിഞ്ഞാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മതി. എന്തായാലും വലിയ തരത്തിലുള്ള സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. പ്രവർത്തകരെ അടക്കി നിർത്താൻ വേണ്ടി നേതാക്കൾ തന്നെയാണ് പ്രവർത്തകരെ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നേതാക്കളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകരെ അടക്കി നിർത്താനുള്ള ശ്രമങ്ങൾ. അതേസമയം പ്രവർത്തകരും പോലീസും തമ്മിൽ പല സന്ദർഭങ്ങളിൽ 4ഓളം സമയങ്ങളിലായി ഉന്തും തള്ളുമുണ്ടായി. അതേസമയം പ്രവർത്തകരെ അടക്കി നിർത്താൻ വേണ്ടി KM അഭിജിത്തിന്റെ അടക്കമുള്ള നേതൃത്വത്തിലാണ് ഇവിടെ പ്രവർത്തകരെ അടക്കി നിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ഏറെക്കുറെ സംഘർഷാവസ്ഥ അയഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് പറയാൻ കഴിയുന്നത് ഈ വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളെല്ലാം തന്നെ ഇത് പോലീസിന്റെ കെണിയാണ്, ഇതിൽ പ്രവർത്തകർ വീണു പോകരുത് എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേസമയം പ്രവർത്തകരെ പൂർണ്ണമായും ഒരു സ്ഥലത്ത് നിന്ന് സംഘർഷാവസ്ഥ ഒഴിവാക്കി കൊണ്ടുവരുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പ്രവർത്തകർ കൂട്ടം കൂടി പോലീസിന് നേരെ പാഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതേസമയം നേതാക്കൾ തന്നെയാണ് ഇടപെട്ട് അവരെ ശാന്തരാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഈ മഹാസംഗമം നടക്കാനിരിക്കെയാണ് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്ന് പ്രവർത്തകർ പ്രകോപിതരാകുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് കടന്നത്. ഈ പ്രതിഷേധ സംഗമം, മഹാസംഗമം ആരംഭിച്ചോ? KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ അവിടെ എത്തിയോ? തീർച്ചയായും ഇപ്പോൾ പ്രതിഷേധ സംഗമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ, അതുപോലെ തന്നെ T സിദ്ദീഖ് MLA അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ നജീബ് കാന്തപുരം അടക്കമുള്ള ആളുകളൊക്കെയും വേദിയിലുണ്ട്. ഈ നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പ്രവർത്തകർ മറ്റൊരു സ്ഥലത്ത് ഈ പോലീസുമായി സംഘർഷത്തിലേക്ക് പോകുന്ന കാഴ്ചയുണ്ടായത്. പക്ഷേ വേദിയിൽ നിന്നടക്കമുള്ള നേതാക്കൾ എത്തിയാണ് ഈ പ്രവർത്തകരെ ശാന്തരാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതേസമയം ഇവർ പൂർണ്ണമായും ഒരു സ്ഥലത്ത് നിന്ന് സംഘർഷാവസ്ഥ അയവാക്കി കൊണ്ടുവരുമ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്ത് പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും അവിടേക്കും ഈ നേതാക്കൾ തന്നെയാണ് ഓടിയെത്തി പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇത് പോലീസിന്റെ കെണിയാണ്, അതിൽ പ്രവർത്തകർ വീണു പോകരുത് എന്നാണ്. പക്ഷെ അതിന് വകവെക്കാൻ പലപ്പോഴും ഈ പ്രവർത്തകർ തയ്യാറായിട്ടില്ല. ഇന്നലെ പോലീസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഷാഫി പറമ്പിൽ MPയെ ലക്ഷ്യം വെച്ചു തന്നെയുള്ള ആക്രമണമായിരുന്നു. അത് പ്രകോപനപരമായിരുന്നു. അത് ചോദ്യം ചെയ്യാതെ പോകില്ല എന്ന് തന്നെയാണ് പ്രവർത്തകർ പോലീസിന് നേരെ ഈ രോഷത്തോടെ പാഞ്ഞെടുക്കുന്നതിന്റെ കാരണമായി പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അത് പോലീസിന്റെ കളിയാണ്, അതിൽ വീണു പോകരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നേതാക്കൾ ഈ സംഘർഷാവസ്ഥക്ക് അയവ് വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ ഈ ഏറെക്കുറെ സംഘർഷാവസ്ഥക്ക് അയവ് വന്നിട്ടുണ്ട്. നേതാക്കളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വേദിയിൽ പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, T അനീസ് അലിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയിൽ നിലവിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഒരു വശത്ത് മഹാസംഗമം, പ്രതിഷേധ സംഗമം നടക്കുകയാണ്. പേരാമ്പ്രയിൽ ഇന്നലെ ഷാഫി പറമ്പിലിനും അതുപോലെ തന്നെ പ്രവർത്തകർക്കും മർദ്ദനമേറ്റ അതേ സ്ഥലത്ത് തന്നെയാണ് കോൺഗ്രസ് ഇന്നിപ്പോൾ മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത്. T അനീസ് അലി തുടരുന്നുണ്ട്. അനീസ, ഈ സംഗമം, പ്രതിഷേധ സംഗമം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആരാണ് സംസാരിക്കുന്നത്? വിവരങ്ങളെങ്ങനെ? ഇത് നാട്ടിലെങ്ങും ചർച്ചയാണ്. ഇത് UDF-കാരന്റെ വീട്ടിലും കോൺഗ്രസ്സുകാരുടെ വീട്ടിലും മാത്രമല്ല. അനീസിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. അനീസ്, ആ ബഹളത്തിനിടയിലായതുകൊണ്ടായിരിക്കണം. ഇതിൽ അപമാനിതനായിട്ടുള്ള സഖാക്കന്മാർ സ്വന്തം KC വേണുഗോപാൽ സംസാരിക്കുകയാണ്. നടത്തുന്ന ഈ കൊടിയ അഴിമതിയിൽ അപമാനിതരായവർക്ക് ലക്ക് തെറ്റി ഈ വിഷയം ഒന്ന് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് അവരുടെ ശത്രുവായിട്ടുള്ള ഷാഫി പറമ്പലിനെ ഒന്ന് വകവരുത്താമെന്ന് അവർ നോക്കിയത്. പക്ഷെ മക്കളെ തെറ്റിപ്പോയി. ഷാഫിയെ വകവരുത്താൻ
നിങ്ങൾ ശ്രമിച്ചാൽ UDF ആയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും അതങ്ങ് വിട്ടുകൊടുക്കുന്നില്ല. ഇവിടെ പോലീസുകാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പ്രവീണിനോട് സംസാരിക്കുമ്പോൾ പ്രവീൺ എന്നോട് പറയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം. പേരാമ്പ്ര കോളേജ് ഞാൻ ദേശീയ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അന്ന് പ്രസംഗിച്ച കോളേജാണ്. ഈ കോളേജിൽ കേശു ജയിച്ചു. എന്താ ജയിക്കാൻ പാടില്ല? കേശുവിനും MSFനും ജയിച്ചതിന്റെ പേരിൽ പ്രകടനം നടത്തിയവരെ അറ്റാക്ക് ചെയ്യും. പിന്നെ അണികളെ എല്ലാത്തിനും വിട്ട് നേതാക്കന്മാരെ സ്വർണത്തിന് മാത്രം കാവലിരിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളതുകൊണ്ട് ഷാഫിയും DCC പ്രസിഡന്റും ഒക്കെ വന്നു ഇവിടെ അന്വേഷിക്കാൻ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ജാഥക്ക് ഒരു 14,000 പേരുണ്ട്. അവരുടെ ജാഥക്ക് 50 പേരുണ്ട്. ഈ ഒരു DYSP എന്താണ് പേര്? സുനിൽ. ഇവിടെ അടുത്തുണ്ടെങ്കിൽ എഴുതി വെച്ചോ, ഞങ്ങളെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പുസ്തകത്തിൽ. സുനിൽ എന്ന് പറയുന്ന DYSP. അതിലേക്ക് വരാം. DCC പ്രസിഡന്റും ഷാഫി മുമ്പോട്ട് നിൽക്കുമ്പോൾ ഷാഫി എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. 2000 പേരുടെ ജാഥ ഇവിടെ നിൽക്കുകയാണ്. ജാഥ മൂവ് ചെയ്യണം. അതും പോലീസിന്റെ പെർമിഷനോടുകൂടിയുള്ള ജാഥയാണ്. നടത്താൻ അനുവാദം കൊടുത്തിട്ടുള്ള നിയമപരമായി.